എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കൾട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒരു ഏറ്റിക്കര ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലത്തിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ആ സ്ഥലം നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇത് വരുന്നത് അമ്പലമുകളാണ്. കൊച്ചിൻ റിഫൈനറി സ്ഥിതി ചെയ്യുന്നൊരു ഭാഗത്താണ്. ഇത്രയും വലിയ ഒരു ഫാക്ടറികളൊക്കെ ഉള്ളൊരു സ്ഥലത്തൊരു കൊച്ചമ്പലം, അത്യാവശ്യം കാമായിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ പോവാം. മുകളിൽ റിഫൈനറിയുടെ സൈഡിൽ HOC പ്ലാന്റ് ഉണ്ട്. HOC പ്ലാന്റിൻ്റെ സൈഡിലൂടെ കിടക്കുന്ന ഈ വഴിയാണ് കേട്ടത്. ആ വഴി നമ്മൾ കയറുക. അതിനുശേഷം ഇതുവഴി നേരെ പോയാൽ മതി കേട്ടോ. ഞാൻ പോയി കാണിച്ചു തരാം, വഴി കാണിച്ചു. വഴി നല്ല രസമാണ്. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അമ്പലമുകൾ പ്ലാന്റ് ആണ്. അമ്പലമുകൾ ഫ്രണ്ട്ലിയാണ്, മക്കളാണ്. ഏറ്റവും വരെ മതിൽ തന്നെയാണ്. റൈറ്റ് സൈഡിൽ വേറൊരു അമ്പലമുണ്ട്, അയ്യൻകുഴി ധർമ്മശാസ്ത്ര ക്ഷേത്രം. അത്യാവശ്യം കാണാൻ ഭംഗിയായിട്ടുള്ള റോഡാണ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്നറിയില്ല, ഞാൻ മൈക്ക് വെച്ചിട്ട് കാറ്റടിക്കുന്നുണ്ടാവും. ഈ റൈറ്റ് സൈഡിൽ വെറുതെ തരിശു കിടക്കുന്ന ഭൂമിയാണ്, പറമ്പൊക്കെയാണ്. ഒരു 300 ഒരു 500 മീറ്റർ കൊടുക്കും. ഫുള്ള് കട്ടായിട്ട വഴിയാണേ. രാത്രി ഇവിടെ വഴിവിളക്കൊന്നും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലൈറ്റൊക്കെ കാണുന്നുണ്ട്. വഴിവിളക്ക് ഇല്ലെങ്കിൽ ഈ വഴി വന്നത് ഇച്ചിരി പാടായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ വഴിയാണ്. റൈറ്റ് സൈഡില് മേരിമാതാ കൺസ്ട്രക്ഷന്റെ ഒരു ഗോഡൌണും എന്തോ പ്ലാന്റ് ഒക്കെയാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അത് ലെഫ്റ്റിട്ടാണ് പോകേണ്ടത്. ഇതിന്റെ അവിടെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇതുവഴി വന്നപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം കുറവാണ്, പക്ഷെ നല്ല ഒഴുക്കുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ഒരു വഞ്ചിയൊക്കെ കിടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ കുളിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ അലക്കലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുളിയും അലക്കലൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നണം. പക്ഷെ അടിയിൽ കിടക്കുന്ന എല്ലാം കാണാം നമുക്ക്. നല്ല തെളിഞ്ഞ വെള്ളം. രണ്ട് സൈഡിൽ നിന്ന് സ്റ്റെപ്പുണ്ട്, പക്ഷെ ആ സ്റ്റെപ്പൊക്കെ അവിടെ കാട് പിടിച്ചിടക്കണയാണ്. ഇത് എന്തോ ഒരു ദൈവത്തിൻ്റെ വിഗ്രഹമോ കല്ലിൽ കൊത്തിയതൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ എന്താ പറയുക, ഇവിടെ അത്ര വലിയ വൃത്തിയൊന്നുമില്ല. അതേണ്ട എല്ലായിടത്തും കാടൊക്കെ പിടിച്ചിടക്കണതാണ്. മൊത്തത്തിലൊരു ഭീകരാന്തരീക്ഷമാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറ സൈഡിലും പാടമാണ്. ഇതാ കണ്ട, പാടമാണ്. ഈ പറഞ്ഞ പോലെ ഇത് റിഫൈനറിയുടെ ഭാഗങ്ങളാണ് ആ കാണുന്നത്. കൊച്ചിൻ റിഫൈനറിയുടെ ഭാഗങ്ങളാണ് ആ കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് കണ്ട മേരിമാത കൺസ്ട്രക്ഷൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അത് അവരെന്തോ പ്ലാന്റാണ്, സിമെൻറ്റ് മിക്സിങ് പ്ലാന്റാ എന്താണ്ടൊക്കെയാണ്. പക്ഷെ ഇതൊന്നുമല്ല നമ്മൾ കാണാൻ വന്നതാ. ഈ കാണുന്നതാണ് നമ്മൾ കാണാൻ വന്ന സ്ഥലം. ഇതാണ് ഏറ്റിക്കര ഭഗവതി ക്ഷേത്രം, അമ്പലമുകൾ. അത്യാവശ്യം എന്താ പറയുക, കുറച്ച് ഭംഗിയുള്ളൊരു ശാന്തമായ സ്ഥലത്തിരിക്കുന്ന ഒരു അമ്പലമാണ്. ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതുവഴി. ഉച്ചയ്ക്ക് ഒരു ദിവസം പോയപ്പോഴാണ് ഞാൻ സ്ഥലം കണ്ടത് തന്നെ. ഇതുവഴി പോയപ്പോൾ ഈ മരത്തിൽ, ഈ ആൽമരത്തിലെ ഇലകളെല്ലാം നല്ല കാറ്റുകൊണ്ട് നല്ല ശബ്ദം ഉണ്ടാക്കി നിൽക്കുന്ന ടൈമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വരാനും ഈ വീഡിയോ എടുക്കാനും കാരണം. അമ്പലത്തിനോട് ചേർന്ന് തന്നെ അമ്പലത്തിൻ്റെ തന്നെ അമ്പലക്കുളം ഉണ്ട് കേട്ടോ. അമ്പലക്കുളം എന്ന് പറയാം, കുറേ അമ്പലമൊന്നുമില്ല, കുറച്ച് അമ്പലമൊക്കെ നിൽക്കുന്നുണ്ട്. ഇതാണ് കുറച്ച് അമ്പലമുള്ളൂ. അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോലെ ഇച്ചിരി ടാസ്ക്കാണ്. എന്താ അമ്പല് മീനുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ വെട്ടുന്നുണ്ട് മീൻ. അധികം വണ്ടികളൊന്നും പോകുന്നൊരു ഏരിയ അല്ല അത്. നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ. അതുവഴി നമ്മൾ വന്നത്. ഇത് നമ്മൾ കൊച്ചിൻ റിഫൈനറിയുടെ ഭാഗത്തുനിന്ന് വന്ന അമ്പലമുകൾ കരിമുകൾ ഭാഗത്തു നിന്നാണ് ഇത് വരുന്നത്. ഇത് നേരെ പോകുന്നത് നമ്മളെ മൂവാറ്റുപുഴ, കൊച്ചി മധുര ദേശീയപാതയിലെ മൂവാറ്റുപുഴയ്ക്ക് പോകുന്നൊരു വഴിയിലാണ്. ആ സ്ഥലത്തിൻ്റെ പേര് എന്തോ മാമല എന്നും കണ്ട, കറക്റ്റ് ചെന്ന് കയറുന്ന ജംഗ്ഷൻ കണ്ട. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ കാണാം റിഫൈനറിയുടെ ഫ്ലെയർ എത്ര ആണ് കണ്ട. അത്യാവശ്യം ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ഒച്ചപ്പാടില്ല, ബഹളമില്ല.
മഞ്ഞ് സമയത്തൊക്കെ വന്ന് നല്ല ഭംഗിയായിരിക്കും എന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് വഴി. ഈ സ്ഥലവും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. നിങ്ങൾ ചിലപ്പോൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അമ്പലത്തിൻ്റെ ഇതിൽ കൂടെ മൂവാറ്റുപുഴ പോകുന്ന റൂട്ടിൽ പോകാനും നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ള റോഡാണ്. നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. വാ. ഇതിപ്പോൾ നമ്മൾ വന്ന വഴിയാണ് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ പുറകു സൈഡാണിത്. ഇത് അമ്പലത്തിൻ്റെ എന്തോ ഓഫീസാണെന്ന് തോന്നുന്നു. അതും നല്ല രസമുണ്ട് കാണാൻ. ഒരു പഴമ നിലനിർത്തുന്ന സ്റ്റൈലുള്ളൊരു ഓഫീസ്. ഇതാ ഇത് പോകുന്ന വഴിയാണ്. അത്യാവശ്യം ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യാറായി. എൻ്റെ കയ്യിൽ റെയിൻകോട്ടൊന്നുമില്ല. കണ്ട റബ്ബർ തോട്ടമൊക്കെ കണ്ട. നല്ല വൃത്തിയുള്ള റബ്ബർ തോട്ടം. സാധാരണ റബ്ബർ തോട്ടം കേടാൻ നേരത്ത് നിറച്ച് അടിക്കാടുകളൊക്കെ ആയിരിക്കും. അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പോകേണ്ട വഴി കേട്ടോ. ഞാൻ ഏതായാലും വേഗം തന്നെ വിടുവാണ്. കാരണം റെയിൻകോട്ടില്ല. ഇവിടെ കയറി നിൽക്കാനാണെങ്കിൽ ഒരു സ്ഥലവും ഇല്ല. ഈ റബ്ബർ തോട്ടത്തിന്റെ അടിഭാഗം നോക്കി മൊത്തം കാട് പിടിച്ചിറക്കി. വാഴത്തോപ്പൊക്കെ ഉണ്ട് റൈറ്റ് സൈഡിൽ. വാഴത്തോപ്പ്, കവുന്തോപ്പ്. ഞാനിതുപോലെ ഫീൽഡ് വർക്കിൻ്റെ ഇടയിൽ കാണിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഞാൻ പോകുന്ന സ്ഥലങ്ങളും. അപ്പോൾ അവിടെ എന്തെങ്കിലും കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി കാണുന്നവരേക്കും ബൈ.